ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ 2014 SSLC എക്സാമിനേഷനിൽ വന്ന എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഗിവൺ ഫിഗർ APB is a right angle triangle and ABCD is a square. Also PB equal to 2 cm, angle PAB equal to 45 degree. Find the area of the square. ചിത്രത്തിൽ APB ഒരു മട്ടത്രികോണവും ABCD ഒരു സമചതുരവുമാണ്. കൂടാതെ PB ഈക്വൽ ടു 2 സെന്റിമീറ്റർ, കോൺ PAB ഈക്വൽ ടു 45 ഡിഗ്രി. എങ്കിൽ സമചതുരത്തിന്റെ പരപ്പളവ് എത്ര? ഒരു സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു സൈഡ് ലെങ്ത് സ്ക്വയർ അഥവാ സൈഡുകളുടെ നീളത്തിന്റെ സ്ക്വയർ ആണ് ഏരിയ ഓഫ് എ സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. നമുക്കറിയാം സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? അവയുടെ 4 സൈഡുകളും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ABയോ AD അല്ലെങ്കിൽ DC അല്ലെങ്കിൽ BC ഈ ഏതെങ്കിലും ഒരു സൈഡ് കിട്ടിയാൽ മാത്രമേ ABCD എന്ന സമചതുരത്തിന്റെ പരപ്പളവ് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് APB എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം ഉപയോഗിച്ച് AB എന്ന സൈഡ് കണ്ടുപിടിക്കണം. P എന്ന സൈഡാണ് 90 ഡിഗ്രി, A എന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം 2 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. APB എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ 90 ഡിഗ്രിയാണ് ആംഗിൾ P. അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് AB എന്ന സൈഡ്. അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോടെന്യൂസ് അഥവാ കർണമാണ് AB. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോടെന്യൂസ് അഥവാ കർണമാണ്. തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ആംഗിൾ തന്നിട്ടുണ്ട് അഥവാ കോണളവ് എത്രയാണ്? 45 ഡിഗ്രി. 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശവും തന്നിട്ടുണ്ട്. എത്രയാണ്? 2 സെന്റിമീറ്റർ. ഓപ്പോസിറ്റ് സൈഡും ആംഗിളും തന്നു കഴിഞ്ഞാൽ ഹൈപ്പോടെന്യൂസ് കണ്ടുപിടിക്കാൻ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കാറ്? സൈൻ ആണ്. കാരണം എന്താണ്? സൈൻ x ഡിഗ്രിയുടെ ഇക്വേഷൻ എന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ് അഥവാ എതിർവശം ബൈ കർണമാണ്. ഇവിടെ ആംഗിൾ എന്നത് 45 ഡിഗ്രി ആയതുകൊണ്ട് x ഡിഗ്രി എന്ന സ്ഥലത്ത് 45 ഡിഗ്രി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എന്താണ്? 2 സെന്റിമീറ്റർ ആണ്. ഹൈപ്പോടെന്യൂസ് എന്നതുകൊണ്ട് ഏത് സൈഡാണ് ഉദ്ദേശിക്കുന്നത്? AB എന്ന സൈഡാണ്. ഇനി നമ്മുടെ ടേബിളിൽ നോക്കി സൈൻ 45 ഡിഗ്രി എത്രയാണ്? 1/√2 ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് AB കണ്ടുപിടിച്ചൂടെ? AB ഈക്വൽ ടു 2 ഇൻറ്റു √2. അതായത് AB എന്ന സൈഡ് 2√2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. നമ്മുടെ സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ ഒരു സൈഡാണ് 2√2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് എ സ്ക്വയർ ABCD എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ എന്താണ്? സൈഡ് ലെങ്ത് ഹോൾ സ്ക്വയർ അഥവാ നീളത്തിന്റെ സ്ക്വയർ ആണ്. ഇവിടെ നീളം എത്രയാണ് വരുന്നത്? 2√2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. √2ന്റെ സ്ക്വയർ എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കാം? √2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? √2 ഇൻറ്റു √2 ആണ്. അതായത് റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 ഈക്വൽ ടു √2 ഇൻറ്റു 2 4. √4 എത്രയാണ്? 2. അതായത് √2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 4 ഇൻറ്റു 2 എന്ത് വന്നു? 8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ABCD എന്ന സമചതുരത്തിന്റെ പരപ്പളവ്. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ വിത്ത് സെന്റർ O is 6 സെന്റിമീറ്റർ. ആൾസോ PA ഈക്വൽ ടു 4 സെന്റിമീറ്റർ, PB ഈക്വൽ ടു 5 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് OP. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിന്റെ ആരം 6 സെന്റിമീറ്റർ ആണ്. കൂടാതെ PA ഈക്വൽ ടു 4 സെന്റിമീറ്റർ, PB ഈക്വൽ ടു 5 സെന്റിമീറ്റർ. OPയുടെ നീളം കണക്കാക്കുക. ഇവിടെ നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുള്ളത് ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ സെന്റർ O ആണെന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 6 സെന്റിമീറ്റർ. ഈ സർക്കിളിന്റെ അഥവാ ഈ വൃത്തത്തിന്റെ ആരം എന്നത് 6 സെന്റിമീറ്റർ ആണ്.
എന്താണ് ഒരു സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത്? സർക്കിളിന്റെ സെന്ററിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരമാണ് 6 സെന്റിമീറ്റർ. അതായത് നമുക്ക് എന്ത് പറയാം? സെന്ററിൽ നിന്ന് എയിലേക്കും അതുപോലെ സെന്ററിൽ നിന്ന് ബിയിലേക്കും ഓരോ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ അവ എത്ര സെന്റിമീറ്റർ വീതമായിരിക്കും? 6 സെന്റിമീറ്റർ വീതമായിരിക്കും. പിന്നീട് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? പി എ എന്നത് 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ പി ബി എന്നത് 5 സെന്റിമീറ്റർ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒ പി എന്ന ലൈനിന്റെ ലെങ്ത് ആണ്. അതിനായിട്ട് നമ്മൾ സെന്ററിൽ നിന്നും എ ബി എന്ന ലൈനിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ ലംബമായിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതിനെ നമ്മൾ സി എന്നാണ് നെയിം എടുത്തത്. അപ്പോൾ ഒ സി എന്ന ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. നമുക്കറിയാം വൃത്തകേന്ദ്രത്തിൽ നിന്നും എ ബി എന്ന കോഡ് അഥവാ ഞാണിലേക്ക് പെർപെൻഡിക്കുലർ അഥവാ ലംബമായിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എ ബി എന്ന ലൈനിന്റെ കറക്റ്റ് സെന്ററിലായിട്ടാണ് അത് വന്ന് ടച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ സിയും സി ബി എന്ന ലൈനും ഈക്വൽ ആണ് എന്ന് പറയാം. ഇവിടെ എ ബി എന്ന മുഴുവൻ ലൈനിന്റെയും നീളം എത്രയാണ് വരുന്നത്? എ മുതൽ പി വരെ 4 സെന്റിമീറ്റർ ആണ്. പി മുതൽ ബി വരെ 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ എ ബി എന്ന ലൈനിന്റെ നീളം എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ്. എ ബി എന്ന ലൈനിനെ കറക്റ്റ് സെന്ററിൽ മുറിച്ചുകൊണ്ടാണ് ഒ സി എന്ന ലൈൻ വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ മുതൽ സി വരെ 9ന്റെ പകുതിയാണ്, അതായത് 4.5 സെന്റിമീറ്റർ ആയിരിക്കും. അവിടെ നിന്ന് സി മുതൽ ബി വരെയും എത്രയായിരിക്കും? 4.5 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിൾ ഒ പി സി മാത്രമായിട്ട് എടുക്കാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണമാണ്. കാരണം സി എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒ പി എന്ന ഈ ലൈനിന്റെ നീളമാണ്. പൈതഗോറസ് തിയറം വെച്ച് നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 2 സൈഡുകൾ തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒ പി എന്ന ലൈൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പി സി എന്ന ലൈനും ഒ സി എന്ന ലൈനും കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയാൽ എ മുതൽ സി വരെയുള്ള നീളം 4.5 സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. എ മുതൽ പി വരെയുള്ള നീളം 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പി മുതൽ സി വരെ എത്ര നീളം ഉണ്ടാവും? 4.5ൽ നിന്നും 4 കുറച്ചാൽ കിട്ടില്ലേ? അതായത് 0.5 ആണ് പി സി എന്ന ലൈനിന്റെ നീളം. അപ്പൊ നമുക്ക് ഈ സൈഡ് കിട്ടി. എത്രയാണ്? 0.5 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഒ സി എന്ന സൈഡിന്റെ നീളം കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ഒ സി ബി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കാം. ഇത് 6 സെന്റിമീറ്റർ ആണ്, അഥവാ 6 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം ഈ വൃത്തത്തിന്റെ ആരം 6 സെന്റിമീറ്റർ ആണ്. സി ബി എന്നത് 4.5 സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് ഒ സി എന്നത് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിച്ചൂടെ? എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ 3 സൈഡുകൾ എ ബി സി എന്നാണെങ്കിൽ നമുക്ക് അതിനെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് എഴുതാം. ഈ സി എന്ന് പറയുന്നത് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിന് നമുക്ക് ഒ സി എന്ന ലൈനിനെ എ എന്നെടുക്കാം. സി ബി 4.5 ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് പകരം 4.5 സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയറിന് പകരം 6 സ്ക്വയർ. ഇതിലെ എ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. എ സ്ക്വയർ ഈക്വൽ ടു 6 സ്ക്വയർ മൈനസ് 4.5 സ്ക്വയർ. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ആണ്. ഇനി 4.5ന്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 4.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4.5 ഇൻറ്റു 4.5 ആണ്. ഡെസിമൽ പ്ലേസസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണിക്കുന്നത്? 45 ഇൻറ്റു 45 ചെയ്യും. 5 ഇൻറ്റു 5 എത്രയാണ്? 25. 5 ഇൻറ്റു 4 എത്രയാണ്? 20 ആണ്. 20ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 22. ഇനി 4 ഇൻറ്റു 5 എത്രയാണ്? 20. 2 ഇവിടെ എഴുതി 0. 4 ഇൻറ്റു 4 എത്രയാണ്? 16. 16ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 18. 5 ഇറക്കി എഴുതി. 2 പ്ലസ് 0 2. 2 പ്ലസ് 8 10. 1 പ്ലസ് 1 2.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 45 × 45 2025 ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ ഇവിടെയും ഒരു സംഖ്യ ഇവിടെയും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 2 സംഖ്യകളാണ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 സംഖ്യകൾക്ക് പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 4.5 × 4.5 നമുക്ക് എന്ത് കിട്ടി? 20.25. ഇനി 36 നിന്നും നമുക്ക് 20.25 കുറയ്ക്കണം. എങ്ങനെയാണ് മൈനസ് ചെയ്യുക? 36.00 മൈനസ് 20.25. 0-ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നിന്ന് കടമെടുക്കാൻ ഇവിടെയും 0 അപ്പൊ നമ്മൾ 6-ൽ നിന്ന് കടമെടുക്കും. അപ്പൊ ഇതെന്തായി? 10 ആയി. ഈ 6 എന്താവും? 5 ആവും. ഇനി ഈ 10-ൽ നിന്നും വീണ്ടും നമ്മൾ ഇങ്ങോട്ട് കടമെടുക്കുമ്പോൾ ഇവിടെ എത്രയാവും? 9. ഇത് 10. 10-ൽ നിന്ന് 5 പോയാൽ 5 ആണ്. 9-ൽ നിന്നും 2 പോയാൽ എത്ര വരും? 7. പോയിന്റ് അതുപോലെ ഇട്ടു. 5-ൽ നിന്ന് 0 പോയാൽ 5. 3-ൽ നിന്നും 2 പോയാൽ 1. അപ്പോൾ 36 മൈനസ് 20.25 ഉത്തരം എന്താണ്? 15.75. ഇനി സ്ക്വയർ നമുക്ക് ഈ സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ a = √15.75 എന്ന് കിട്ടി. അതായത് OCB എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ OC എന്ന സൈഡിന്റെ നീളം എത്രയാണ്? √15.75 ആണ്. അതായത് OPC എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ OC എന്ന സൈഡ് നമുക്ക് കിട്ടി √15.75. ഇവിടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 2 സൈഡ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ OP കണ്ടുപിടിച്ചൂടെ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് OP. അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പൈതഗോറസ് തിയറം പ്രകാരം നമ്മുടെ ഇക്വേഷൻ എന്താണ്? a² + b² = c². ഇവിടെ a² എന്നത് നമുക്ക് 0.52 പ്ലസ് b² എന്നത് √15.75 ഹോൾ സ്ക്വയർ. ഇനി c² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഹൈപ്പോട്ടന്യൂസ്. 0.5ന്റെ സ്ക്വയർ എന്ത് വരും? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 0.5² എന്ന് പറയുന്നത് 0.5 × 0.5 ആണ്. അതായത് അതിനെ നമുക്ക് 5 × 5 ചെയ്താൽ എത്ര കിട്ടും? 25. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു സംഖ്യയുണ്ട്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യയുണ്ട്. അപ്പൊ 2 സംഖ്യകൾക്ക് ഇപ്പുറമായിട്ട് പോയിന്റ് ഇടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 0.5 × 0.5 എന്ത് വരും? 0.25 പ്ലസ് ഈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയാൽ 15.75 = c². ഇനി c കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്ക്വയർ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ √0.25 പ്ലസ് 15.75. ഇനി അതിന് ആഡ് ചെയ്യണം 15.75 പ്ലസ് 0.25. 5 5 കൂട്ടിയാൽ 10. 7ഉം 2ഉം കൂട്ടിയാൽ എത്രയാ? 9. 9ന്റെ കൂടെ 1 കൂട്ടിയാൽ 10. 5 + 1 6. 1 ഇറക്കി എഴുതിയാൽ 16. അതായത് c എന്നത് √16 ആണ്. 16ന്റെ റൂട്ട് എത്രയാണ്? 4. അപ്പൊ നമുക്ക് എന്ത് പറയാം? OP എന്ന സൈഡിന്റെ നീളം എന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം, the length of the two sides of a triangle are 6 cm and 5 cm. If the angle between them is 50 degree, what is the area of the triangle? Find the length of the third side of this triangle. ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ നീളം 6 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററുമാണ്. അവയുടെ ഇടയിലുള്ള കോൺ 50 ഡിഗ്രി ആയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഈ ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശത്തിന്റെ നീളം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. ഒരു ത്രികോണം അഥവാ ഒരു ട്രയാങ്കിൾ ആണ് ആദ്യം നമുക്ക് വരയ്ക്കേണ്ടത്. ട്രയാങ്കിൾ നമുക്ക് പേര് കൊടുക്കാം ABC. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ട്രയാങ്കിളിന്റെ 2 സൈഡുകളുടെ നീളം 6 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററുമാണ്. അപ്പൊ നമുക്ക് AB 6 സെന്റിമീറ്റർ, BC 5 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. രണ്ടാമതായി തന്നിട്ടുള്ളത് ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 50 ഡിഗ്രി, ABയും BCയും തമ്മിലുള്ള കോൺ അളവ് എന്നത് 50 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഈ ത്രികോണത്തിന്റെ പരപ്പളവാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? AB ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് സിയിൽ നിന്നും ABയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ അഥവാ ഒരു ലംബം വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ നീളമാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് D എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു ബേസ് എന്നത് AB ഇൻറ്റു ഹൈറ്റ് എന്നത് എന്ത് വരും? DC. AB നമുക്കറിയാം 6 സെന്റിമീറ്റർ ആണ്. DCയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. DC കണ്ടുപിടിക്കാനായിട്ട്
ഇവിടെ സി ഡി ബി എന്നതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണമാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഡി എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ് സി ബി എന്ന ലൈൻ. അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് ബി സി. അത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ഡി ബി സി എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ അഥവാ കോണളവ് എത്രയാണ്? 50 ഡിഗ്രിയാണ്. ഇനി തന്നിട്ടുള്ളത് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ്. എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി സി എന്ന ലൈനിന്റെ ലെങ്ത് ആണ്. അതായത് 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം വരുന്ന സൈഡ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം. ഹൈപ്പോട്ടന്യൂസും ആംഗിളും തന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക? സൈൻ ആണ് ഉപയോഗിക്കുക. ഇവിടെ സൈൻ 50 ഡിഗ്രി എന്നത് ഇക്വേഷൻ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ എതിർവശം ബൈ കർണം. ഇനി സൈൻ 50 ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. 0.77. ഓപ്പോസിറ്റ് സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡി സി എന്ന ലൈൻ. ഹൈപ്പോട്ടന്യൂസ് 5 ആണെന്ന് അറിയാം. സൈൻ 50 ഡിഗ്രി എന്നത് 0.77. ദർഫോർ ഡി സി ഈക്വൽ ടു 0.77 ഇൻറ്റു 5 ആണ്. അതെങ്ങനെയാണ് ഗുണിക്കുക? 77 ഇൻറ്റു 5 ചെയ്യുക. 5 ഇൻറ്റു 7 എന്ത് വരും? 35. 5 ഇൻറ്റു 7 35. 35ൽ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 38. അപ്പോൾ 0.77 ഇൻറ്റു 5 ഗുണിച്ചപ്പോൾ 385 ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകളുണ്ട്. അപ്പൊ 2 സംഖ്യകൾക്ക് പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അതായത് ഡി സി എന്ന ലൈനിന്റെ നീളം എത്രയാണ്? 3.85 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു എ ബി എത്രയാണ്? 6 ഇൻറ്റു ഡി സി നമ്മൾ കണ്ടുപിടിച്ചു 3.85. 6ന്റെ പകുതി എത്രയാണ്? 3. 3 ഇൻറ്റു 3.85 എങ്ങനെയാണ് ഗുണിക്കുക? 385 ഇൻറ്റു 3 ഗുണിക്കണം. 5 ഇൻറ്റു 3 എത്രയാണ്? 15. 3 ഇൻറ്റു 8 എത്ര വരും? 24. 24ൽ കൂടെ 1 കൂട്ടിയാൽ 25. 3 ഇൻറ്റു 3 എത്രയാണ്? 9 ആണ്. 9ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 11. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു 385 1155 എന്ന് കിട്ടി. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യയാണുള്ളത്. അപ്പൊ 2 സംഖ്യകൾക്ക് പിന്നിലായിട്ട് നമുക്ക് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? 11.55 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഇവിടെ എ ബിയും ബി സിയും നമുക്ക് തന്നിട്ടുണ്ട്. 6 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററുമാണ്. ഇനി നമുക്ക് എ സി കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഡി സി നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 3.85 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഈ ലെങ്ത് കൂടി കിട്ടിക്കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഈ സൈഡ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ നമുക്ക് എ ഡി കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്കറിയാം എ ബി എന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതിൽ നിന്നും ഡി ബി കുറച്ചാൽ മതിയില്ലേ? അപ്പോൾ ഡി സി ബി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ ഡി ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ ഡി സി നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡി ബി എന്ന സൈഡിന്റെ ലെങ്ത് ആണ്. ഇവിടെ ആംഗിൾ നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 50 ഡിഗ്രിയാണ്. ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. ഇനി കണ്ടുപിടിക്കേണ്ടത് 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡി സി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 50 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശമാണ്. ഹൈപ്പോട്ടന്യൂസും ആംഗിളും തന്നിട്ട് അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക? കോസ് ആണ് ഉപയോഗിക്കുക. കോസ് 50 ഡിഗ്രി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ്. അതായത് ഇവിടെ എന്താണ് അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത്? ഡി ബി ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്രയാണ്? 5 സെന്റിമീറ്റർ. കോസ് 50 ഡിഗ്രി എത്രയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്? 0.64. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഡി ബിയുടെ ലെങ്ത് കണ്ടുപിടിച്ചൂടെ? ഡി ബി ഈക്വൽ ടു 0.64 ഇൻറ്റു 5. അതെങ്ങനെയാണ് ഗുണിക്കുക? 64 ഇൻറ്റു 5. 4 ഇൻറ്റു 5 എന്ത് വരും? 20. ഇനി 6 ഇൻറ്റു 5 എന്ത് വരും? 30 ആണ്. 30ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 32. അതായത് 0.64 ഇൻറ്റു 5 നമുക്ക് കിട്ടിയത് 320 ആണ്. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകളാണുള്ളത്. അപ്പൊ 2 സംഖ്യകൾക്ക് പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഡി ബി എന്ന ഈ സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 3.2 ആണ്. അപ്പോൾ എ ബി എന്ന സൈഡിന്റെ ലെങ്ത് നമുക്കറിയാം. എ ബി എന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതിൽ നിന്നും എ ഡി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എ ബിയിൽ നിന്നും ഡി ബി കുറച്ചാൽ മതിയില്ലേ?
അതായത് 6 സെന്റിമീറ്ററിൽ നിന്നും 3.2 കുറച്ചാൽ എത്രയാണ്? 6.0 മൈനസ് 3.2. 0-ൽ നിന്ന് 2 പോകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടമെടുക്കുന്നു. 10-ൽ നിന്ന് 2 പോയാൽ 8. ഇവിടെ ബാക്കി എത്രയാണ് ഉണ്ടാവുക? 5 ആണ്. 5-ൽ നിന്ന് 3 പോയാൽ 2. അപ്പോൾ 2.8 സെന്റിമീറ്റർ ആണ് നമ്മുടെ എ ഡിയുടെ നീളം. ഇനി എ ഡി സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മാത്രമായിട്ടൊന്ന് നമുക്ക് വരയ്ക്കാം. എ ഡി സി. എ ഡി നമുക്ക് 2.8 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഡി സി നമ്മൾ മുൻപേ കണ്ടുപിടിച്ചു 3.85. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമായ എ സി ആണ്. പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? എ സി സ്ക്വയർ ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ. അതായത് എ സി എന്നത് എന്താണ്? റൂട്ട് ഓഫ് എ ഡിയുടെ സ്ക്വയർ എന്താണ്? 2.8 സ്ക്വയർ പ്ലസ് ഡി സിയുടെ സ്ക്വയർ എന്താണ്? 3.85 സ്ക്വയർ ആണ്. ആദ്യം തന്നെ നമുക്ക് 2.8ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 2.8 ഇൻറ്റു 2.8 എങ്ങനെയാണ് ഇതിന് ഗുണിക്കുക? 28 ഇൻറ്റു 28. 8 ഇൻറ്റു 8 എത്രയാണ്? 64. 8 ഇൻറ്റു 2 എത്രയാണ്? 16. 16-ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 22. 2 ഇൻറ്റു 8 എത്രയാണ്? 16. 2 ഇൻറ്റു 2 4 ആണ്. 4-ലൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 5. 4 ഇറക്കി എഴുതി. 2 പ്ലസ് 6 എത്ര വരും? 8. 2 പ്ലസ് 5 എത്ര വരും? 7. അതായത് 2.8 ഇൻറ്റു 2.8 784 ആണ്. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകളാണുള്ളത്. അപ്പൊ 2 സംഖ്യകൾക്ക് പിന്നിലായിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഈക്വൽ ടു റൂട്ട് ഓഫ് 7.84 പ്ലസ് അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3.85ന്റെ സ്ക്വയർ ആണ്. അതായത് 3.85 ഇൻറ്റു 3.85 എങ്ങനെയാണ് ഇതിനെ ഗുണിക്കുക? 385 ഇൻറ്റു 385. 5 ഇൻറ്റു 5 എത്രയാണ്? 25. 5 ഇൻറ്റു 8 എത്രയാണ്? 40 ആണ്. 40-ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 42. 5 ഇൻറ്റു 3 എത്രയാണ്? 15 ആണ്. 15-ലൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 19. 8 ഇൻറ്റു 5 എത്രയാണ്? 40 ആണ്. 4 അവിടെ എഴുതി 0. 8 ഇൻറ്റു 8 എത്രയാണ്? 64 ആണ്. 64-ലൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 68. 8 ഇൻറ്റു 3 എത്രയാണ്? 24 ആണ്. 24-ലൂടെ 6 കൂട്ടിക്കഴിഞ്ഞാൽ 30. 3 ഇൻറ്റു 5 എത്രയാണ്? 15. 3 ഇൻറ്റു 8 എത്രയാണ്? 24 ആണ്. 24-ലൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 25. 3 ഇൻറ്റു 3 എത്രയാണ്? 9 ആണ്. 9-ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 11. 5 ഇറക്കി എഴുതി. 2 പ്ലസ് 0 2. 9 പ്ലസ് 8 17 ആണ്. 17-ലൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ 22. 2 പ്ലസ് 1 3. 3ഉം 5 കൂട്ടിക്കഴിഞ്ഞാൽ 8. 3ഉം 1ഉം 4 ആണ്. 1 ഇറക്കി എഴുതി. അപ്പോൾ 3.85 ഗുണിക്കണം 3.85 നമുക്ക് എന്താ ഉത്തരം കിട്ടിയേ? 1 4 8 2 2 5. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 8 5 2 സംഖ്യ 2 സംഖ്യ. അപ്പൊ ടോട്ടൽ 4 സംഖ്യകളാണ് ഉള്ളത്. അപ്പൊ 4 സംഖ്യകൾക്ക് പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അതായത് 3.85ന്റെ സ്ക്വയറിന്റെ ഉത്തരം എന്താണ്? 14.8225. ഇനി 7.84 14.8225 കൂട്ടണം. 14.8225 കൂട്ടണം 7.84. 5 അതേപോലെ ഇറക്കി എഴുതി. 2 2 പ്ലസ് 4 എത്രയാണ്? 6. 8 പ്ലസ് 8 എത്രയാണ്? 16. ഡെസിമൽ പോയിന്റ് അതുപോലെ എഴുതി. 1 പ്ലസ് 4 എത്രയാണ്? 5. 5ഉം 7ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 12. 1 1 2. അപ്പൊ നമുക്ക് ഉത്തരം 22.6625 എന്ന് കിട്ടി. ഇതിന്റെ റൂട്ട് കാണാൻ നമുക്ക് അസാധ്യമായതുകൊണ്ട് തന്നെ എ സി എന്ന സൈഡിന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? റൂട്ട് ഓഫ് 22.6625 സെന്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം. A person 1.7 meter tall standing at the base of a tower sees the top of a building 50 meter away at an angle of elevation 60 degree. When he looks up at the top of the tower, he sees it an angle of elevation 50 degree. Draw a rough figure using the given information. Find the height of tower and building. ഒരു ടവറിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 1.7 മീറ്റർ ഉയരമുള്ള ഒരാൾ 50 മീറ്റർ അകലെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ടവറിന്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ അത് 50 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്.
തന്നിരിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. ടവറിന്റെയും കെട്ടിടത്തിന്റെയും ഉയരം കണക്കാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഉപയോഗിച്ച് ഒരു റഫ് ഫിഗർ അഥവാ ഒരു ഏകദേശ ചിത്രം വരയ്ക്കണം. ഇവിടെ ഒരു ടവർ ഉണ്ട്. അതുപോലെ ടവറിന്റെ 50 മീറ്റർ അകലെയായി ഒരു ബിൽഡിംഗ് ഉണ്ട്. 1.7 മീറ്റർ ഉയരമുള്ള ഒരാൾ ഈ ടവറിന്റെ അടിയിൽ നിന്നും കെട്ടിടത്തിന്റെ മുകളിലേക്ക് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോണിൽ നോക്കുന്നു. എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോൺ? അയാളുടെ സാധാരണ നോട്ടം അഥവാ അയാളുടെ സ്ട്രെയിറ്റ് വ്യൂവും മുകളിലേക്കുള്ള നോട്ടവും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോൺ. അത് എത്രയാണ്? 60 ഡിഗ്രി. അതിനുശേഷം അയാൾ ടവറിന്റെ മുകളിലേക്ക് കയറുന്നു. അവിടെ നിന്ന് വീണ്ടും അയാൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് നോക്കുന്നു. അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 50 ഡിഗ്രി അഥവാ 50 ഡിഗ്രി മേൽക്കോണിൽ അയാളുടെ സ്ട്രെയിറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അയാളുടെ മുകളിലേക്കുള്ള നോട്ടം ഒരു ലൈനായി സൂചിപ്പിക്കുകയാണെങ്കിൽ അത് ഇതാണ്. അവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി. ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് സ്കെയിൽ ഉപയോഗിച്ച് കുറച്ചുകൂടി നീറ്റായി വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, അതായത് ഈ നീളവും ഹൈറ്റ് ഓഫ് ദ ടവർ, അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസുമാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കണ്ടുപിടിക്കാം, അതായത് ഈ നീളം. ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണമാണ്. കാരണം എന്താണ്? ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. നമുക്ക് അതിനെ എ ബി സി എന്ന് സൂചിപ്പിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സി എന്ന ലെങ്ത് ആണ്. ഈ നീളം നമുക്കറിയാം, കുട്ടിയുടെ നീളമാണ് ഇത്. അത് എത്രയാണ്? 1.7 മീറ്റർ ആണ്. ഇനി ബി സി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ 1.7 മീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കിട്ടും. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം ഉപയോഗിച്ചാണ് നമ്മൾ ബി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ട്രയാങ്കിൾ എ ബി സി, അതിന്റെ ഒരു റഫ് ഫിഗർ നമുക്ക് വരയ്ക്കാം. ഇത് എത്രയാണ്? ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇത് 50 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഈ സൈഡാണ്. എ ബി സി. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ബി സി എന്ന സൈഡ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശമാണ് 50 മീറ്റർ. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമാണ് ബി സി. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസന്റ് സൈഡും ആംഗിളും തന്ന് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക? ടാൻ ആണ് ഉപയോഗിക്കുക. അതായത് ടാൻ 60 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി എന്ന സൈഡാണ്. അഡ്ജസന്റ് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 50 മീറ്റർ ആണ്. ടാൻ 60 ഡിഗ്രി 1.73 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ദർഫോർ ബി സി ഈക്വൽ ടു 1.73 ഇൻറ്റു 50, 173 ഇൻറ്റു 50. 0 ഇൻറ്റു 3 0 ആണ്. 0 ഇൻറ്റു 7 0, 0 ഇൻറ്റു 1 0. 5 ഇൻറ്റു 3 എത്രയാണ്? 15. 5 ഇൻറ്റു 7 എത്രയാണ്? 35 ആണ്. 35ലൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 36. 5 ഇൻറ്റു 1 എത്രയാണ്? 5 ആണ്. 5ലൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 8. 0 ഇറക്കി എഴുതി. 0 പ്ലസ് 5 5, 0 പ്ലസ് 6 6, 8 ഇറക്കി എഴുതി. അപ്പോൾ 1.73 ഇൻറ്റു 50 എന്ത് വരും? 8 6 5 0. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകളാണുള്ളത്. അപ്പൊ 2 സംഖ്യകൾക്ക് പിന്നിലായി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അതായത് ബി സി എന്ന സൈഡിന്റെ നീളം എത്രയാണ് വരുന്നത്? 86.5 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദർഫോർ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് അഥവാ കെട്ടിടത്തിന്റെ ഉയരം എത്ര വരും? 86.5ന്റെ കൂടെ 1.7 മീറ്റർ കൂട്ടിയത്. എങ്ങനെയാണ് ഇത് കൂട്ടുക? 86.5 പ്ലസ് 1.7. 5ഉം 7ഉം കൂട്ടിയാൽ എത്രയാണ്? 12. പോയിന്റ് അതുപോലെ എഴുതി. 6 പ്ലസ് 1 7 ആണ്. 7 പ്ലസ് 1 8. 8 ഇറക്കി എഴുതി. അതായത് നമ്മുടെ ബിൽഡിങ്ങിന്റെ നീളം അഥവാ കെട്ടിടത്തിന്റെ ഉയരം 88.2 മീറ്റർ ആണ്. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മുടെ ടവറിന്റെ ഹൈറ്റ് ആണ്. അതായത് ഇത് മുതൽ
ഇതുവരെയുള്ള നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇതേ സൈഡ് തന്നെയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ്ങിന്റെ മുഴുവൻ ഹൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 88.2 ആണ്. അപ്പോൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ നിന്നും ഈ ഹൈറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ നിന്നും ഈ ഹൈറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടവറിന്റെ ഹൈറ്റ് കിട്ടില്ലേ? ഈ ലെങ്ത് 1.7 ആണെന്ന് നമുക്കറിയാം. ഈ ഒരു ലെങ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡി എന്ന് പേരിടാം. അപ്പോൾ ഡി സി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ നിന്നും 1.7 കൂടി കുറച്ചു കഴിഞ്ഞാൽ ടവറിന്റെ ഹൈറ്റ് കിട്ടും. ഇവിടെ ഇ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഡി സി ഇ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ടവറിന്റെ ഹൈറ്റ് കാണാൻ നമ്മൾ ട്രയാങ്കിൾ ഡി സി ഇ ആണ് ഉപയോഗിക്കുന്നത്. അവിടെ ഡി എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇ എന്ന ആംഗിൾ 50 ഡിഗ്രിയാണ്. ഇവിടെ ഈ ലെങ്ത് നമുക്കറിയാം എത്രയാണ്? 50 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ആ ട്രയാങ്കിൾ മാത്രമായിട്ടൊന്ന് എടുത്ത് വരയ്ക്കാം. ഡി സി ഇ, ഡി എന്നത് 90 ഡിഗ്രിയാണ്, ഇ എന്ന ആംഗിൾ 50 ഡിഗ്രിയാണ്, ഇ ഡി എന്ന ലെങ്ത് 50 മീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി സി ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി. നമുക്ക് അറിയാവുന്ന ആംഗിൾ 50 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശമാണ്. അതെത്രയാണ്? 50 മീറ്റർ. കണ്ടുപിടിക്കേണ്ടത് 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ്. നമ്മൾ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക? ടാൻ ആണ് ഉപയോഗിക്കുക. ടാൻ 50 ഡിഗ്രി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡി സി എന്ന സൈഡ് ആണ്. അഡ്ജസന്റ് 50 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ടാൻ 50 ഡിഗ്രിയും നമുക്ക് തന്നിട്ടുണ്ട് 1.19. ദർഫോർ ഡി സി എന്ന ലൈനിന്റെ നീളം എന്ത് വരും? 1.19 ഇൻറ്റു 50. നേരത്തെ ഗുണിച്ച പോലെ തന്നെ 119 ഇൻറ്റു 50 ചെയ്യണം. 0 ഇൻറ്റു 9 0, 0 ഇൻറ്റു 1 0, 0 ഇൻറ്റു 1 0. 5 ഇൻറ്റു 9 45. 5 ഇൻറ്റു 1 5 ആണ്. അതിലൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 9. 5 ഇൻറ്റു 1 5. 0 ഇറക്കി എഴുതി. 0 പ്ലസ് 5 5, 0 പ്ലസ് 9 9, 5. അതായത് 5 9 5 0 ആണ് നമുക്ക് കിട്ടിയത്. 5 9 5 0. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകളാണുള്ളത്. അപ്പൊ 2 സംഖ്യകൾക്ക് പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ത് വരും? ഡി സി എന്ന ലൈനിന്റെ നീളം 59.5 സെന്റിമീറ്റർ 5 മീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് ഹൈറ്റ് ഓഫ് ടവർ കാണുക? ഹൈറ്റ് ഓഫ് ടവർ ഈക്വൽ ടു നമ്മുടെ ടോട്ടൽ ബിൽഡിങ്ങിന്റെ ഉയരത്തിൽ നിന്നും 88.2 നിന്നും ആദ്യം തന്നെ നമുക്ക് 1.7 മീറ്റർ കുറയ്ക്കണം. അതിൽ നിന്നും 59.5 മീറ്റർ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ടവറിന്റെ ഉയരം കിട്ടും. അപ്പൊ ആദ്യം തന്നെ 88.2 മൈനസ് 59.5 ചെയ്തു. 2ൽ നിന്ന് 5 പോയില്ല. 8ൽ നിന്ന് കടമെടുത്തു. 12ൽ നിന്ന് 5 പോയാൽ 7 ആണ്. 8ൽ നിന്ന് 1 കടമെടുത്തു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 7 ആണ്. 7ൽ നിന്ന് 9 പോവില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ കടമെടുത്തപ്പോൾ ഇവിടെ 17 ആയി. 17ൽ നിന്നും 9 പോയാൽ എത്രയാണ്? 8. ഇനി ഇവിടെ 8ൽ നിന്ന് 1 കടമെടുത്തത് കൊണ്ട് ഇവിടെ ബാക്കി 7 ആണ്. 7ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 2. ഇനി 28.7ൽ നിന്നും വീണ്ടും 1.7 കുറയ്ക്കുന്നു. 7ൽ നിന്ന് 7 പോയാൽ 0. 8ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 7. 2 ഇറക്കി എഴുതി. അതായത് ടവറിന്റെ ഹൈറ്റ് 27 മീറ്റർ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ 2014 മുതൽ 2025 വരെയുള്ള SSLC എക്സാമിനേഷനിൽ വന്ന എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഭാഗത്തിൽ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠത്തിലെ 2014 മുതൽ 2025 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്